Good morning. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോളിനോമിയൽ റിഗ്രഷൻ മോഡലിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്ക് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ കണ്ടു, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലും കണ്ടു. ഇനി എന്ത് ഈ പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ എന്നാണ് നമുക്ക് നോക്കാം. The linear regression model y is equal to x beta plus epsilon is a general model for fitting any relationship that is linear in the unknown parameters beta. This includes the important class of polynomial regression model. For example, the second order polynomial in one variable is y is equal to beta naught plus beta 1x plus beta 2x square plus epsilon. അപ്പോൾ നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ കണ്ടു. സാധാരണ ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ ഇക്വേഷൻ എന്തായിരിക്കും? y is equal to x beta plus epsilon എന്നുള്ളതായിരിക്കും. ആ ഒരു y is equal to x beta plus epsilon എന്നുള്ളത് ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും കാണിക്കുന്നത്. അൺനോൺ പാരാമീറ്റർ ഏതായിരിക്കും? ഇവിടെ ബീറ്റ ആയിരിക്കും അൺനോൺ പാരാമീറ്റർ. ഇനി നമ്മൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നതും ഒരു പോളിനോമിയൽ റിഗ്രഷൻ മോഡലാണ്. ഇനി നമ്മളൊരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ കൺസിഡർ ചെയ്യുമെന്ന് വെച്ചു. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ഡിഗ്രി ഓഫ് 2 കാണും. അതായത് ഒരു എക്സിനൊരു പവർ സ്ക്വയർ പവർ കാണും. അതുകൊണ്ട് അതിന് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വൺ വേരിയബിളുള്ള കേസിലുള്ള സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ റിഗ്രഷൻ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. y is equal to beta naught plus beta 1x plus beta 2x square plus epsilon. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോൺസ്റ്റൻസ് ആയ ബീറ്റ നോട്ട്, ബീറ്റ 1, ബീറ്റ 2 അതിനൊന്നും സ്ക്വയർ ടേംസ് വരത്തില്ല. നമ്മുടെ എക്സിൻ്റെ, അതായത് നമ്മുടെ ഡേറ്റയ്ക്ക് മാത്രമേ നമ്മൾ സ്ക്വയർ ടേംസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോംസ് ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ഇൻ 2 വേരിയബിൾസ് ഈസ് y is equal to beta naught plus beta 1x1 plus beta 2x2 plus beta 11 x1 square plus beta 2 x2 square plus beta 12 x1 x2 plus epsilon. നമ്മൾ ആദ്യമേ കണ്ടത് ഒരൊറ്റ വേരിയബിളുള്ള കേസിലുള്ള സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണ്. ഇനി നമ്മൾ രണ്ടാമത് കണ്ടത് 2 വേരിയബിളുള്ള കേസിലുള്ള സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണ്. അവിടെ നമ്മൾ x1ൻ്റെ സ്ക്വയർ ആഡ് ചെയ്തു, x2ൻ്റെ സ്ക്വയറും ആഡ് ചെയ്തു, അതുപോലെ തന്നെ x1ഉം x2 തമ്മിലുള്ള ഇൻട്രാക്ഷൻ ടേമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. Polynomials are widely used in situations where the response is curvilinear, as even complex non-linear relationship can be adequately modeled by polynomials over reasonably small range of the x. This chapter will survey several problems and issues later associated with fitting polynomials. നമ്മുടെ മോഡൽ എന്ന് പറയുന്നതല്ല, നമ്മുടെ ഡേറ്റയുടെ റിലേഷൻഷിപ്പ് ലീനിയർ ആയിട്ടുള്ള കേസിലാണ് നമ്മൾ സാധാരണ പോളിനോമിയൽ റിഗ്രഷൻ മോഡൽസ് കൺസിഡർ ചെയ്യുന്നത്. പോളിനോമിയൽ മോഡൽസ് ഇൻ വൺ വേരിയബിൾ. ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിളുള്ള കേസിലുള്ള പോളിനോമിയൽ മോഡൽസ് നോക്കാം. As an example of a polynomial regression model in one variable, consider y is equal to beta naught plus beta 1x plus beta 2x square plus epsilon. നമ്മൾ ഒരു ആദ്യം കൺസിഡർ ചെയ്ത ആ ഒരു വൺ വേരിയബിൾ കേസിലുള്ള സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ദിസ് മോഡൽ ഈസ് കോൾഡ് സെക്കൻഡ് ഓർഡർ മോഡൽ ഇൻ വൺ വേരിയബിൾ. ഇറ്റ് ഈസ് ഓൾസോ സംടൈംസ് കോൾഡ് ക്വാഡ്രാറ്റിക് മോഡൽ. Since the expected value of y is expectation of y is equal to beta naught plus beta 1x plus beta 2x square. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വൈയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു എപ്സിലോൺ ടേം റിമൂവ് ചെയ്തിട്ടുള്ള ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1x പ്ലസ് ബീറ്റ 2x സ്ക്വയർ ആണ്, വിച്ച് ഡിസ്ക്രൈബ്സ് a quadratic function. A typical example is shown in figure 7.1. We often called beta 1 the linear effect parameter and beta 2 the quadratic effect parameter. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് മോഡൽ എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ഒരു ഈ ഫിഗറിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിനകത്ത് നമ്മൾ ബീറ്റ 1 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ ബീറ്റ 1 എന്ന് പറയുന്നത് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന കോഎഫിഷ്യൻ്റാണ്. അപ്പം ആ ഒരു ബീറ്റ 1 ആണ് ലീനിയർ ഇഫക്റ്റ് പാരാമീറ്ററും, അതുപോലെ തന്നെ ബീറ്റ 2 എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ടേമിനോട് കൂടി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇഫക്റ്റ് പാരാമീറ്റർ എന്നും പറയുന്നത്. The parameter beta naught is a mean of y when x equal to 0 if the range of the data includes x equal to 0. ബീറ്റ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ 1നും ബീറ്റ 2നും ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തു. ബീറ്റ നോട്ട് എന്ന് പറയുന്നത് എക്സ് 0 ആയിട്ടുള്ള ഇരിക്കുന്ന കേസിലുള്ള വൈയുടെ മീൻ, അതായത് വൈയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് ബീറ്റ നോട്ട് എന്ന് പറയുന്നത്. അതർവൈസ് ബീറ്റ നോട്ട് ഹാസ് നോ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ. ഈ നമ്മുടെ എക്സ് 0 എന്നുള്ള ആ ഒരു വാല്യൂ നമ്മുടെ ഡേറ്റയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബീറ്റ നോട്ടിന് ആ ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ബീറ്റ നോട്ടിന് പ്രത്യേകിച്ച് ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഒന്നുമില്ല. ഇൻ ജനറൽ ദ kth ഓർഡർ പോളിനോമിയൽ മോഡൽ ഇൻ വൺ വേരിയബിൾ ഈസ്. ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഓർഡർ കേസിലുള്ള പോളിനോമിയൽ മോഡൽ കണ്ടു. ജനറലായിട്ട്
k വേരിയബിൾസ് ഉള്ള കേസിലുള്ള ജനറൽ പോളിനോമിയൽ മോഡൽ ഇക്വേഷനാണ് y is equal to beta naught plus beta 1x plus beta 2x square plus etc plus beta k xk plus epsilon. If we set xj is equal to x raised to j is equal to 1 2 3 etc k, then equation becomes a multiple linear regression model in k regresses x1 x2 etc xk. ഇപ്പോൾ നമ്മൾ എക്സ് റേസ് ടു ജെ എന്നുള്ളതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ജെ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വെച്ചു. ഇത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം വന്നാൽ തന്നെ നമ്മളത് ലീനിയർ കേസിലാണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ സ്റ്റാർട്ട് ചെയ്ത കേസിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പവർ ടേംസിന് പകരം ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ടേംസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ തന്നെ കിട്ടും. കെ റിഗ്രസേഴ്സ് ഉള്ള ഒരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ കിട്ടും. ദസ് എ പോളിനോമിയൽ മോഡൽ ഓഫ് ഓർഡർ കെ മേ ബി ഫിറ്റഡ് യൂസിങ് ടെക്നിക്സ് സ്റ്റഡീഡ് പ്രീവിയസ്ലി. അപ്പോൾ നമ്മൾ പോളിനോമിയൽ മോഡലാണെന്ന് വെച്ച് നമ്മൾ പുതിയ മെത്തേഡ്സ് നമ്മൾ നോക്കണമെന്നില്ല. അത് പോളിനോമിയൽ മോഡൽ തന്നെ നമുക്ക് ലീനിയർ റിലേഷൻഷിപ്പിലേക്ക് ഉണ്ട്. ആ പവർ ടേംസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മറ്റൊരു ടേം കൊടുത്തിട്ട് നമുക്കതൊരു പഴയ മോഡൽ, പഴയതൊക്കെ നമ്മളെങ്ങനെയാണോ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കും ഈ പോളിനോമിയൽ റിഗ്രഷൻ മോഡലും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Polynomial models are useful in situations where the analyst knows that curvilinear effects are present in the true response function. ഇങ്ങനെ നമ്മൾ ഫിഗർ കൊടുത്ത പോലത്തെ ഒരു കർവീലിനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു പോളിനോമിയൽ റിഗ്രഷൻ മോഡൽസ് കൺസിഡർ ചെയ്യുന്നത്. ദേ ആർ ഓൾസോ യൂസ്ഫുൾ ആസ് അപ്രോക്സിമേറ്റിംഗ് ഫങ്ഷൻസ് ടു അൺനോൺ ആൻഡ് പോസിബിളി വെരി കോംപ്ലക്സ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. ഇൻ ദി സെൻസ് ദ പോളിനോമിയൽ മോഡൽ ഇസ് ജസ്റ്റ് എ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ അൺനോൺ ഫങ്ഷൻ. ദിസ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സീംസ് ടു ഒക്കെ മോസ്റ്റ് ഓഫൻ ഇൻ പ്രാക്ടീസ്. അപ്പം നമ്മൾ ഈ ഒരു പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ ഒരു സീരീസ് എക്സ്പാൻഷൻ പോലെ നമ്മൾ നോക്കിയിട്ട് ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് പോളിനോമിയൽ ടേംസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് നമ്മുടെ മോഡലിൽ. ഈ പോളിനോമിയൽ റിഗ്രഷൻ മോഡലിൽ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ പോലെ നമുക്ക് അൺനോൺ ഫംഗ്ഷൻ്റെ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ദർ ആർ സെവറൽ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ദാറ്റ് അറൈസ് വെൻ എ ഫിറ്റിംഗ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. സം ഓഫ് ദീസ് ആർ ഡിസ്കസ്ഡ് ബിലോ. അപ്പം നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള കേസിൽ പോളിനോമിയൽ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഓർഡർ ഓഫ് ദ മോഡൽ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ദ ഓർഡർ ഓഫ് ദ മോഡൽ ആസ് ലോ ആസ് പോസിബിൾ. എപ്പോഴും ഓർക്കുക, നമ്മൾ മോഡലിൻ്റെ ഓർഡർ എപ്പോഴും ഏറ്റവും ചെറുതായിട്ട് നിൽക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് മോഡലിൻ്റെ ഓർഡർ കൂട്ടുന്നതിലും എപ്പോഴും ഫസ്റ്റ് ഡിഗ്രിയിലുള്ള മോഡൽ കൺസിഡർ ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. When the response functions appears to be curvilinear, transformations should be tried to keep the model first order. The methods discussed in chapter 5 are useful in this regard. നമ്മൾ എപ്പോഴും മോഡൽ കർവിലീനിയർ ആണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഒരു നമ്മുടെ ലീനിയർ റിലേഷൻഷിപ്പിൽ ആ ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം മോഡൽ ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ നേരത്തെ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷൻ അതുപോലെ ക്വാഡ്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ തന്നെ നിർത്താൻ പറ്റുമോ നമ്മൾ ആദ്യമേ നോക്കണം. As a general rule, the use of higher order polynomial, that is k greater than 2, should be avoided unless they can be justified for reasons outside the data. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ മോഡൽ ഫിറ്റ് ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. A low order model in a transformed variable is almost always preferable to a higher order model in the original metric. Arbitrary fitting higher order polynomials is a serious abuse of regression analysis. അപ്പോൾ നമ്മൾ ലോവർ ഓർഡറിൽ എപ്പോഴും നിലനിർത്താൻ വേണ്ടി നോക്കുക. ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ആർബിട്രറി ആയിട്ട് ഹയർ ഓർഡർ മോഡലൊന്നും കൺസിഡർ ചെയ്യരുത്. അതൊക്കെ ശരിക്കും നമ്മുടെ മോഡലിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് ഓർഡറിൽ എപ്പോഴും നമ്മുടെ മോഡൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വേണം. അത് പറ്റുന്നില്ല, ആ ഒരു ഫസ്റ്റ് ഓർഡർ മോഡലിൽ നമ്മുടെ മോഡലിൽ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഹയർ ഡിഗ്രിയിലോട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. One should always maintain a sense of parsimony, that is, use of simplest possible model that is consistent with the data and knowledge of the problem environment. Remember that in an extreme case, it is always possible to pass a polynomial of order n-1 through n points so that a polynomial of sufficiently high degree can be always found that provides a good fit to the data. Such model would do nothing to enhance understanding of the unknown function, nor will it
likely to be a good predictor. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോഡലിൽ ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ, അതായത് നമ്മുടെ ഹയർ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മോഡൽ നല്ല രീതിയിൽ ഒരു ഗുഡ് പ്രഡിക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ ഡിഗ്രി പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രിയിൽ തന്നെ നമ്മുടെ മോഡൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. Model building strategy. Various strategies for choosing the order of an approximate polynomial can be suggested. One approach is to successively fit models of increasing order until the t-test for the highest order term is non-significant. നമുക്ക് പല രീതിയിൽ നമ്മുടെ മോഡൽ ബിൽഡിംഗ് സ്ട്രാറ്റജി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ടി ടെസ്റ്റ് വഴി ഓരോ ഹയർ ഓർഡർ പോളിനോമിയൽസും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏത് ഡിഗ്രി തൊട്ടാണോ നമ്മുടെ ടി ടെസ്റ്റ് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് അതുവരെ ഉള്ളത് കൺസിഡർ ചെയ്യുക. ആൻഡ് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ഈസ് ടു ഫിറ്റ് ദ ഹയസ്റ്റ് ഓർഡർ മോഡൽ അപ്രോപ്രിയേറ്റ് ആൻഡ് ദെൻ ഡിലീറ്റ് ടേംസ് വൺ അറ്റ് എ ടൈം starting with the highest order until the highest order remaining term has a significant t statistic. പിന്നെ ഉള്ളത് നമ്മൾ എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഓരോന്നും ടി ടെസ്റ്റ് വഴി നോക്കുക. അപ്പോൾ അതിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. The two procedures are called forward selection and backward elimination respectively. They do not necessarily lead to a same model. In light of the comment 1 above, these procedures can be used carefully. In most situations, we should restrict our attention to ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ മോഡൽ പോളിനോമിയൽസ്. അപ്പം ഈ ഒരു മെത്തേഡ്സിന് ഫോർവേഡ് സെലക്ഷനിലെ ബാക്ക്വേർഡ് എലിമിനേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. എപ്പോഴും ഒരു ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ മാക്സിമം സെക്കൻഡ് ഓർഡർ മോഡലിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ട്. Extrapolation with polynomial models can be extremely hazardous. For example, consider the second order model in figure 7.2. ഇതാണ് ഫിഗർ 7.2. If we extrapolate beyond the range of the original data, the predicted response turns downward. This may be at odds with the true behavior of the system. In general, polynomial models may turn unanticipated and inappropriate direction both in interpolation and extrapolation. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡർ മോഡൽസ് കൺസിഡർ ചെയ്യുമ്പം ഒരുപക്ഷെ നമ്മുടെ ഡേറ്റയിലുള്ള പോയിൻറ്റ്സിനെക്കാട്ടിലും കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയ്ക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് പോയിൻറ്റ്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ മോഡലിൻ്റെ ഹയർ ഓർഡേഴ്സ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക്. Ill conditioning 1. As the order of the polynomial increases, the x-x matrix become ill conditioned. This means the matrix inversion calculations will be inaccurate and considerable error may be introduced into the parameter estimates. അപ്പോൾ നമ്മൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇൽ കണ്ടീഷൻഡ് ആവും. അതായത് നമ്മുടെ മെട്രിക്സ് ഇൻവേർട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസ് നമ്മൾ ഇന്നാക്യുറേറ്റ് ആവും. അതുപോലെ തന്നെ എററും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും കൂടെ അത് കാരണം ഒത്തിരി നമ്മുടെ ഹയർ ഓർഡർ മോഡൽസിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇൽ കണ്ടീഷൻ 2. ഇഫ് ദ വാല്യൂസ് ഓഫ് എക്സ് ആർ എലിമിനേറ്റഡ് ടു എ നാരോ റേഞ്ച്, then there can be significant ill conditioning and multicollinearity in the columns of X matrix. For example, if x varies between 1 and 2, x square varies between 1 and 4, which could create a strong multicollinearity between x and x square. അപ്പോൾ നമ്മൾ എക്സ് ഒരു നാരോ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ മൾട്ടി കൊളിനാരിറ്റി എന്നുള്ള പ്രോബ്ലംസൊക്കെ അറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ 1-നും 2-ക്കും ഇടയ്ക്കാണ് വെക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് എന്താവും 1-നും 4-നും ഇടയ്ക്കാവും. സോ ആ എക്സും എക്സ് സ്ക്വയറും തമ്മിൽ മൾട്ടി കൊളിനാരിറ്റി എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഹൈറാർക്കി. The regression model y is equal to beta 0 plus beta 1x plus beta 2x square plus beta 3x cube plus epsilon is said to be hierarchical because it contains all terms of order 3 and lower. അതായത് ഹൈറാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു തേർഡ് ഡിഗ്രി മോഡലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈച്ച് ആൻഡ് എവറി ടേംസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ കറക്റ്റായിട്ട് തന്നെ പോയേക്കുന്നത്. ബീറ്റ നോട്ട് ആദ്യം വന്നു, ബീറ്റ 1x രണ്ടാമത് വന്നു, ബീറ്റ 2x സ്ക്വയർ വന്നു, പിന്നെ ബീറ്റ 3x ക്യൂബ് പ്ലസ് എപ്സിലോൺ. ആ ഒരു പർട്ടിക്കുലർ ഓർഡർ കീപ്പ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കോൺട്രാസ്റ്റ് മോഡൽ നമുക്ക് നോക്കാം. മോഡൽ y is equal to ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1x പ്ലസ് ബീറ്റ
3x³ + എപ്സിലോൺ. ഇവിടെ β2x² എന്നുള്ള ടേം മിസ്സിംഗ് ആണ്. ഈ ഒരു മോഡലിൽ പറയുന്നത് ഹൈറാർക്കിയൽ ആവത്തില്ല. സോ ഹൈറാർക്കിയൽ ടേംസ് ഹൈറാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പോളിനോമിയൽ റിഗ്രഷൻ മോഡലിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം പോളിനോമിയൽ റിഗ്രഷൻ മോഡലിൽ നമ്മൾ സാധാരണ റിഗ്രഷൻ മോഡൽസ് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഹയർ ഓർഡർ ടേംസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.